ഇലക്ഷൻ പൂരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയം മണ്ഡലത്തിലെ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതീക്ഷകൾ ആണ് പങ്കുവെക്കുന്നത്. അവിടെ സജിത്ത് നമ്മൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം അത് കോട്ടയത്തെ സംബന്ധിച്ച് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ മകൻ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞാൽ ഒരു മോദി ഫാൻസ് കുടുംബത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് എന്ന് പറയേണ്ടി വരും. പ്രീതി നടേശൻ വലിയ ഫാനാണ് എന്നാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി പറയുന്നതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഒപ്പം തന്നെ തന്റെ മകൻ മത്സരിക്കുന്ന കോട്ടയത്ത് ചില അടിയൊഴുക്കുകൾ ഉണ്ട് എന്ന് വെള്ളാപ്പള്ളി വെറുതെ അങ്ങ് പറയില്ല എന്നതാണ് നമ്മുടെ ഒരു പൊതുധാരണ. പക്ഷെ അത് ഇന്നലെ ശ്രീജിത്തിനോട് ഞാൻ ആ സംശയം ചോദിച്ചു. കോട്ടയത്ത് ഒരു പൊതുചർച്ചയാണ്. അതൊരു പൊതുചർച്ചയാണ്. പക്ഷെ അതൊരു പ്രസ്റ്റീജ് പോരാട്ടമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് എത്രത്തോളം വർക്കിംഗ് ആവുമെന്നുള്ള സംശയമൊക്കെ ശ്രീജിത്ത് പറഞ്ഞിരുന്നു. എന്തായാലും ഈ വെള്ളാപ്പള്ളിയുടെ ആരോപണം നിഷേധിക്കുകയാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. അത്തരമൊരു ആക്ഷേപം ഇല്ല, അത് നിലനിൽക്കുന്നതല്ല. അവിടെ കോൺഗ്രസ് തനിക്ക് വേണ്ടി ഒറ്റക്കെട്ടായ രംഗത്തുണ്ട് എന്നതാണ് ഫ്രാൻസിസ് ജോർജിന്റെ വാദം. നമുക്ക് ആ വേഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ഓരോ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള എന്താ പറയണേ, പൊതുവെ ഇങ്ങനെ ഓരോ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുമല്ലോ, അതിനപ്പുറം ഒന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഞാനിവിടെ അധികം ഇലക്ഷൻ മത്സരങ്ങളിൽ വളരെ ചുരുക്കമായിട്ടേ വന്നിട്ടുള്ളൂ. മുൻപ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വിധം കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ മെഷീനറിയും വളരെ സജീവമാണ്. ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം, നല്ല ഭൂരിപക്ഷം കിട്ടണം എന്നുള്ളൊരു മൂഡിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റ്. എന്തായാലും സജിത്ത്, ഈ വെള്ളാപ്പള്ളി ഇത്തരത്തിലൊരു പ്രതികരണമൊക്കെ നടത്തുമ്പോൾ, ഒന്ന്, വെള്ളാപ്പള്ളി സാധാരണ നിലയിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എപ്പോഴും നടത്തുന്ന ആളാണ്. പക്ഷേ ഇത് ഏറ്റവും ഒടുവിലാണ്, അതും ന്യൂസ് 18നോടാണ് പ്രതികരിച്ചത്. അപ്പോൾ പോലും അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് തടയട്ടെ എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടോ വെള്ളാപ്പള്ളിക്ക് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം താൻ ഇത് ഇട്ടുകൊടുത്തിരിക്കുന്നു, അവിടേക്ക് പ്രതിപക്ഷ നേതാവ് അടക്കം കൊളുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം അങ്ങനെ ഒരു വോട്ട് മറിഞ്ഞാൽ അത് കൃത്യമായി UDF ക്യാമ്പിന് പിന്നീടെങ്കിലും അറിയാൻ സാധിക്കും. അതായത് തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഒക്കെ സംഭവിക്കാം, എങ്കിൽ പോലും കാലുവാരൻ നടന്നു, അടിയൊഴുക്ക് നടന്നു എന്നെന്തായാലും മോണിറ്റർ ചെയ്യാനും അറിയാനും സാധിക്കും അവിടെ.